ഇപ്പം നമ്മളുള്ളത് പന്ന വീണക്ക കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആൻഡ് ഇറ്റ്സ് നിയർ അമർ ഫോർട്ട്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഐ ജസ്റ്റ് ആഡ് ലൈക്ക് കുറച്ച് വീഡിയോസ് ഓൺ ഹൗ ടു റീച്ച് ഹിയർ. എക്സാക്ട് റോഡല്ല, പക്ഷേ അമർ ഫോർട്ടിൽ നിന്ന് പന്ന വീണക്ക കൊണ്ട് പോവാണ്. അപ്പം ആക്ച്വലി അതിന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 8 മിനിറ്റ് ബൈ കാർ അങ്ങനെ കാണിച്ചേ. പക്ഷേ നമ്മൾ സൈഡിലൊരു അമർ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗലിയുണ്ട്. അപ്പം അതുവഴി പോവുകയാണെങ്കിൽ ഇറ്റ് സീംസ് 5 മിനിറ്റിൽ നടന്നെത്താൻ പറ്റും തോന്നുന്നു. സോ അമർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങുക, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുവാണെങ്കിൽ അടുത്തൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടപ്പറി പോലത്തെ ഒരു കടയുണ്ട്. അപ്പം അതിൻ്റെ അടുത്തൂടെ നടക്കുക, ഒരു കുഞ്ഞിടവഴി, നല്ല വൃത്തിയായിട്ട ഇടവഴിയാണ്. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ ഐ തിങ്ക് വി വിൽ ബി ദെയർ. കുറച്ച് നേരം നടന്നാൽ. യാ, സോ ദിസ് ഈസ് ദ പ്ലേസ്. ഇതെനിക്ക് തോന്നുന്നു പണ്ട് ആൾക്കാർ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ സോഴ്സ് ആയിരുന്നു ഈ സ്ഥലം ഫോർ ഓൾ ദ പീപ്പിൾ ഹിയർ. ആൻഡ് ഇത് അമർ ഫോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. പക്ഷേ ഇതിൻ്റെ അകത്തതേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, പക്ഷേ സെക്യൂരിറ്റീസ് ആണ്ടാ ഓടിക്കും. ഇപ്പം കാണുന്നില്ലേ, കണ്ടോ അവിടെ സെക്യൂരിറ്റി, ഇവിടെ ആളുടെ ഓടിക്കുക. ഇറ്റ്സ് റിയലി 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 പ്രിറ്റി. സോ ദിസ് ഈസ് ജൽമഹൽ. ആൻഡ് ഇവിടെ ആക്ച്വലി മഹൽ നമുക്കിവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. there is nothing much. ഇവിടെ ഒരു ലെയിൻ, വാക്കിംഗ് ലെയിൻ. എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ വന്നാൽ we'll be able to walk. ഇവിടെ മൊത്തം നടക്കാനൊക്കെ പറ്റും. ഐ തിങ്ക് വൈകിട്ടാണ് ഇവിടെ വരേണ്ടതെന്ന് തോന്നുന്നു. യു ക്യാൻ റിയലി എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദിസ് മഹൽ. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ വന്നത് നട്ടുച്ചയ്ക്കാണ്. ഐ തിങ്ക് 12 മണിയാന്ന് തോന്നുന്നു. നട്ടുച്ചയ്ക്കാണ്. നല്ല വെയിലുണ്ട്, തണുപ്പുണ്ടെങ്കിലും നല്ല വെയിലുണ്ട്. അതുകൊണ്ട് സാഡ്ലി ഞാൻ എൻ്റെ ഗ്ലാസ് മിസ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടെന്തോ വന്നെന്ന് തോന്നുന്നു. 100 രൂപയുടെ ഗ്ലാസ് മേടിച്ചിട്ടിട്ട് ഞാനിവിടെ നടക്കുവാണ്. ജൽമഹൽ കാണും. ഇവിടെ എന്തൊക്കെ പരിപാടിയുണ്ടോ, എല്ലാം എന്തൊക്കെ ആലോചിക്കാമോ എല്ലാ പരിപാടിയും ബിസിനസ് ആക്കിയിട്ടുണ്ട്. ഗൈഡുണ്ട്, പപ്പടം, മറ്റേ എക്സിബിഷനൊക്കെ കിട്ടുന്ന, പണ്ട് എക്സിബിഷനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന വലിയ പപ്പടമില്ലേ, സോ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ജയ്പൂരി കോസ്റ്റ്യൂംസ് ഇട്ട് ഫോട്ടോ എടുക്കൽ, പിന്നെ ജൽമഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കൽ, എല്ലാം പരിപാടിയുണ്ട്. എങ്ങനെയൊക്കെ പൈസ കൊണ്ട് കളയാമോ എല്ലാം, എവ്രി പോസിബിൾ വേ അവരാലോചിച്ചിട്ടുണ്ട്. ഈ സ്ഥലം പണ്ട് ആക്സസ് ഉണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് ടൂറിസ്റ്റിനൊക്കെ അകത്ത് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എനിക്കൊന്ന് വെള്ളം മൊത്തം കയറി കിടക്കുവാന്ന് തോന്നുന്നു. അങ്ങേര് ഒരു ചട്പട്ടെ വിളിക്കുമ്പോൾ തന്നെ പേടിയാവും. കിടന്ന് അലറി വിളിക്കുമോ, ചട്പട്ടേ ചട്പട്ടേ. ചട്പട്ടയ്ക്ക് എന്നെ വേദനിക്കും. ഇപ്പം നമ്മളുള്ളത് ജന്തർ മന്തറിലാണ്. സോ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എൻ ഒബ്സർവേറ്ററി. പണ്ടത്തെ എന്താ പറയുക, ഈ ആകാശവും സ്റ്റാർസും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണല്ലോ ടൈമും ഓരോരോ ഇവൻറ്റ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ ബിൽഡിങ്സൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് ഈ ജന്തർ മന്തർ. അറിയില്ലടാ. ഇത് വേറൊരു ബിൽഡിംഗ് കൈൻഡ് ഓഫ് തിങ്. ഇതും കാൽക്കുലേറ്റ് ചെയ്ത്, ഇതൊക്കെ ആക്ച്വലി ബിൽഡിംഗ് അല്ല, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതിൽ 12 എണ്ണം ഉണ്ട്. അപ്പം 12 എണ്ണവും വെച്ച് അവരെന്തോ ഒരു
ഇതിൻ്റെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ട് എന്തോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു നോ certain things it seems. എന്താണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ സിറ്റി പാലസ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് സോർട്ട് ഓഫ് എ മ്യൂസിയം, ബട്ട് ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. ഇവിടെ ആക്ച്വലി ഇപ്പം 2 ദിവസമായിട്ട് എന്തോ പരിപാടി നടക്കാൻ തോന്നുന്നു, ഇന്നലെയും ഇന്നും കൂടി. കാരണം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നൈറ്റ് മ്യൂസിയം ഓപ്പൺ ആണെന്ന് തോന്നുന്നു. പക്ഷേ 2 ദിവസമായിട്ട് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ ഇട്ടിട്ടുണ്ട്. പാലസിൽ നമ്മുടെ ഒരു ഫോട്ടോ നൈസ്. ഇത് സിറ്റി പാലസിൻ്റെ ഒരു ഭാഗം. ഇവിടെ ആക്ച്വലി 4 ഡെക്കറേറ്റീവ് ആയിട്ടുള്ള 4 ഡോഴ്സും ഉണ്ട്. നിങ്ങൾ സിറ്റി പാലസ് എന്നൊക്കെ പറഞ്ഞ് ജയ്പൂരിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ടു സീ ഓൾ ദീസ് ഡോഴ്സ്. എന്താ വസന്ത, ഡിയോർ, ഇത് വേറൊരു ഡോർ ശരത് ഡിയോറി. പക്ഷെ ഇപ്പോൾ ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. സോ വി കാൺറ്റ് ജസ്റ്റ് ഇവിടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. സിമിലർലി അവിടെ ഒരു ഡോറും അവിടെ ആ ഒറ്റ ഡോറ് മാത്രമാണ് എൻട്രി നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ക്ലോസ്ഡാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുക, ഒന്നും മര്യാദയ്ക്ക് കാണാനൊന്നും പറ്റുന്നില്ല. ഐ തിങ്ക് we chose the wrong day to visit City Palace. അങ്ങനെ വീണ്ടും 52 രൂപ കൊടുത്ത് ഹവാമഹൽ കാണാൻ വന്നിട്ടുണ്ട്. സോറി. ഗൈസ്, വീണ്ടും തട്ടിപ്പാണോ പറ്റിപ്പാണോ എന്നറിയത്തില്ല. സോ ഞങ്ങൾ ഉദ്ദേശിച്ച ഹവാമഹൽ ഇതല്ല. ലൈക്ക് ഫോട്ടോസിലൊക്കെ കാണുന്ന ഹവാമഹൽ ഇതിൻ്റെ പുറത്താണ്. അത് പുറത്തുനിന്ന് തന്നെ കാണാൻ തോന്നുന്നു.
അതിന് 52 രൂപ കൊടുത്ത് ഉള്ളിൽ കയറേണ്ട ആവശ്യം പോലും ഇല്ല. 52 രൂപ കൊടുത്ത് ഇവിടെയാണെങ്കിൽ എസ്പെഷ്യലി ഓൺ എ സൺഡേ. കാരണം ഫുൾ ആൾത്തിരക്ക്. അതും 5 മണിക്ക് ക്ലോസിങ് ടൈമാണെന്ന് തോന്നുന്നു. അമ്മ എൻ്റെ മണ്ട വരെ ഒന്ന് കയറാൻ വയ്യ. വറീസ് ഗൈസ്, നമ്മൾ മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുക്കാരും എല്ലാവരും അകത്ത് വന്നിട്ട് അയ്യോ ഇതല്ലല്ലോ ഹവാമഹൽ എന്ന് പറഞ്ഞ് തിരിച്ച് പുറത്തിറങ്ങി എക്സിറ്റിലോട്ട് പോകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്, ദിസ് ഈസ് ലൈഫ്. കുറേ എക്സിറ്റ് ബോർഡായി. ശരിക്കുള്ള എക്സിറ്റ് ആണോ ഇത്? നമ്മൾ കയറിയ വഴിയാ. ഇതാണ് ഗൈസ് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ഹവാമഹൽ. ഫ്രണ്ടിൽ മൊത്തം ആൾത്തിരക്കാണ്. ഇതാണ് ഹവാമഹൽ. പിന്നെ ഒന്ന് മാറൂ ചേട്ടാ വണ്ടിയും കൊണ്ട് പ്ലീസ്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ കോർണറിലൊക്കെ ഫുൾ കഫേസ് ആണ്. സോ അവിടെ നിന്ന് ആക്ച്വലി ഹവാമഹലിൻ്റെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ അടുത്ത സ്ഥലമെത്തി. ഇതാണ് ഗേറ്റർ കി ഛത്രിയ. ഇതൊരു ക്രിമേറ്ററി കൈൻഡ് ഓഫ് സ്ഥലമാണ്. ആസ് ഓൾവേസ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഫൈനലി ലാസ്റ്റ് ഡേ അറ്റ് ജയ്പൂർ. സോ ജയ്പൂർ 2 ദിവസം കൊണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ സ്ഥലങ്ങൾ കണ്ടു. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു. ലൈക്ക് പത്രിക ഗേറ്റ്, ഹവാമഹൽ, ആംബർ ഫോർട്ട്, പിന്നെ ഇപ്പം ഞാനുള്ളത് ഗേറ്റർ കി ഛത്രിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം ചിലതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. ഇപ്പം ഫോർ സൺസെറ്റ് നഹാഗർ ഫോർട്ട് നല്ലതായിരുന്നു. പക്ഷേ വി ഡിഡ്ന്റ് ഗോ ദേർ ബിക്കോസ് ഫസ്റ്റ് തിങ് ഭയങ്കര തിരക്കാണ്. ലൈക്ക് എല്ലാവരും ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ക്രൗഡഡ് ഇൻ ഓൾ ദി പ്ലേസസ്. എല്ലാ സ്ഥലവും ക്രൗഡഡ് ആയിരുന്നു. ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ലൈക്ക് നമ്മൾ എൻക്വയറി ചെയ്തപ്പം എന്താ പറയുക, ഊബറോ എന്തെങ്കിലും എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവർക്ക് മല വരെ താഴെ കൊണ്ടുവിടാൻ ഒരു റേറ്റ്, മേളിൽ കൊണ്ടുവിടണം, വെയിറ്റ് ചെയ്ത് തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം, ഒന്നുമില്ല, അവിടെ നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം രാവിലെ ഇറങ്ങിയതാണ്. കുറേ ഓടി ഇപ്പം ഭയങ്കര ടയർഡാണ്. സോ വി സ്കിപ്ഡ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് വേറെ സ്ഥലം ചൂസ് ചെയ്തു അങ്ങനെയൊക്കെ. ബട്ട് വി വിസിറ്റഡ് ക്വൈറ്റ് സം പ്ലേസസ് ഇൻ 2 days. 2 ദിവസം കൊണ്ട് പറ്റുന്നത്ര വിസിറ്റ് ചെയ്തു. കുറേ നടന്നു, കുറേ കാഴ്ചകൾ കണ്ടു. സോ ഫോർ പീപ്പിൾ ഹു ആർ വിസിറ്റിംഗ് ജയ്പൂർ ഈസ് ഓൾ അബൌട്ട് എന്താ പറയുക, ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചർ.
ഇറ്റ്സ് റിച്ച് ഇൻ കൾച്ചർ ആക്ച്വലി. എവിടെ പോയാലും ഇപ്പം ഇന്നലെ ചോക്കിദാനി പോയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ പല ആർട്ട് ഫോംസ് അല്ലെങ്കിൽ അവരുടെ ഫുഡ് കൾച്ചർ ആവട്ടെ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ജയ്പൂർ ഇസ് ആക്ച്വലി എൻ എക്സ്പീരിയൻസ്. ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം യു ഹാവ് ടു എക്സ്പീരിയൻസ് ജയ്പൂർ ഓർ രാജസ്ഥാൻ. പക്ഷേ അതിൻ്റെ ഒരു വേറൊരു സൈഡ് നോക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇറ്റ് വാസ് മിസ്ലീഡിങ് ആക്ച്വലി. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹവാ മഹൽ, ഇപ്പം വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹവാ മഹലിൽ ലൈക്ക് എന്താ പറയുക, പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ഉള്ളിൽ പോയപ്പം ഹവാ മഹൽ ഇല്ല. അത് വേറെ ലൈക്ക് ഹവാ മഹലിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഫോട്ടോ അതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം ഇറ്റ് വാസ് ലൈക്ക് റിയലി അറിയാണ്ട് പോയി ചാടി അങ്ങനെ. കാരണം ഉള്ളിൽ നടന്ന് കാണാൻ മാത്രം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് വീണ്ടും റൂംസും ഒക്കെ തന്നെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അറിഞ്ഞിരിക്കാം. പിന്നെ എവിടെ തൊട്ടാലും പൈസയാണ്. എവിടെ അവർ പറയും ടിപ്പൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങും. ഇത്ര തന്നാൽ മതി, നിങ്ങൾക്ക് തോന്നുന്നത് തന്നാൽ മതി, നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് തന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ കാര്യം കഴിഞ്ഞ് കഴിയുമ്പം അവരൊരു റേറ്റ് ഇങ്ങോട്ട് പറയും, എന്നിട്ട് പിന്നെ ഫുൾ തർക്കമായിരിക്കും. സോ അത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കത് ഭയങ്കര അപ്സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നു, വി ആർ ഹാവിങ് എ ഗുഡ് എക്സ്പീരിയൻസ്, എല്ലാം നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ആൾക്കാർ അവർ എന്തോ പൈസ അടിച്ചെടുക്കാൻ നോക്കുന്ന പോലെ. കാരണം എവിടെ തൊട്ടാലും എന്താ പറയുക 30 രൂപ 40 രൂപ ഒന്നും കൊടുക്കുന്നത് ഇവർക്ക് പോരാ, അവരെടുക്കുന്ന പോലുമില്ല. ദേ വോണ്ട് ലൈക്ക് 100 കുറഞ്ഞ് അവർ പൈസ എടുക്കാൻ റെഡിയല്ല. അത് നമുക്ക് കാണാം. ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ 100 എന്ന് പറഞ്ഞ് മേടിക്കുമ്പം നല്ല എമൗണ്ട് അവരെടുക്കുന്നുണ്ട്, എന്നിട്ടും ദേ ആർ നോട്ട് ഹാപ്പി. ലൈക്ക് ആ സന്തോഷം പെട്ടെന്ന് പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പം ആ സന്തോഷമൊക്കെ അവർക്ക് മാഞ്ഞു പോവുക. സോ അതെനിക്ക് കുറച്ച് അപ്സെറ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് അതർ ദാൻ ദാറ്റ്, വൺസ് ഇൻ എ ലൈഫ് ടൈം യെസ് യു ക്യാൻ കം ഹിയർ, വിസിറ്റ് ജയ്പൂർ ആൻഡ് എന്താ പറയുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ എൻ്റെ വീഡിയോയിൽ ഐ എം ട്രൈങ് ടു ആഡ് എന്തൊക്കെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. സിൻസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ, ഐ ഡോണ്ട് നോ എന്തൊക്കെ ഞാൻ എടുത്തിട്ട് അത് നേരെ വന്നിട്ടുണ്ടോ, ഹൗ ഐ വിൽ ബി പുട്ടിങ് ഇറ്റ് ഓൾ അപ്പ്. ബട്ട് ഐ വിൽ ട്രൈ ടു പുട്ട് more information, so it is very helpful for all of you. So do come to Jaipur and visit Jaipur. Hopefully my video helps. So this is Aparna. Bye from Jaipur.